രാവിലെ നമ്മൾ പ്രഭാതത്തിൽ വാതിൽ തുറക്കുമ്പോൾ എപ്പോഴും പിറകുവശത്തെ വാതിൽ തുറന്ന് ഒരു സെക്കൻഡ് തുറക്കണം. എന്തിനു വേണ്ടിയതാണെന്ന് വെച്ചാൽ അകത്തുണ്ടായിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോവുകയും അതിനുശേഷം വേണം അടച്ച ശേഷമാണ് മുൻവശത്തെ വാതിൽ തുറക്കാൻ. അതേപോലെ ചൊവ്വ, വെള്ളി, ഞായർ ഒരു കല്ലുപ്പും മഞ്ഞപ്പൊടിയിട്ട് വീട് മുഴുവൻ തുടയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോകും. വിളക്കിൻ്റെ പ്രാധാന്യം ഇതാണ്. വിളക്ക് കത്തിച്ച് നമ്മൾ നാമം ചെല്ലുക, പ്രാർത്ഥിക്കുക. ഒരു നാമം ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം ഇരുന്ന് ചെല്ലൊന്നും വേണ്ട, ഇത്തരം കാര്യം ചെയ്താൽ മതി. മുൻവശത്തെ വാതിൽ തുറക്കുമ്പോൾ എപ്പോഴും വരലക്ഷ്മി വരൂ വരൂ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം ലക്ഷ്മി ദേവി കടന്നു വരാനായിട്ട് നമ്മൾ ഒരു പാതയൊരുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ വിളക്ക് കത്തിക്കുക. പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി കത്തിച്ച ശേഷം പുറത്ത് കത്തിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും നിലവിളക്ക് കത്തിക്കാറുണ്ട്. നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീടുകളിൽ നിലവിളക്ക് കത്തിക്കുന്നു. ഇപ്പോൾ ചില സമയങ്ങളിൽ ഒരു കാലങ്ങളിൽ പറഞ്ഞിരുന്നു നിലവിളക്ക് കത്തിച്ചിരുന്ന് കറണ്ടില്ലാത്ത സമയത്ത് വെളിച്ചം കിട്ടാനാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ നിലവിളക്കിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഏറി വരികയാണ്. എല്ലാ സമുദായക്കാരും ഇത് കത്തിക്കാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നിലവിളക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഐശ്വര്യമാണ്. ആ നിലവിളക്കിൻ്റെ ഓരോതിലും ദേവന്മാരുടെ സങ്കല്പമുണ്ട്. അതിൻ്റെ നാരായത്തിലും തട്ടിലും എല്ലാത്തിലും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ദേവിയും മഹാലക്ഷ്മിയും കുടികൊള്ളുന്നതാണ് നിലവിളക്ക്. ആ നിലവിളക്ക് എപ്പോഴും വൃത്തിയായി തേച്ച് വൃത്തിയായി വളരെയധികം സ്വർണം പോലെ തിളങ്ങണം നിലവിളക്കെന്നാണ് പറയുന്നത്. അതിന് തട്ട് വയ്ക്കാം, നിലത്ത് വയ്ക്കാം, ഭൂമിയിൽ വയ്ക്കാൻ പാടില്ല. ഒന്നുകിൽ പലകപ്പുറത്ത് വയ്ക്കുക, ഇപ്പോഴെല്ലാവരും തട്ടത്തിൽ വയ്ക്കാം. നല്ലൊരു തട്ടം, അതും വൃത്തിയായിരിക്കണം. ആ തട്ടത്തിൽ നിലവിളക്ക് വെച്ച് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഊർജം എന്ന് പറഞ്ഞാൽ വളരെയധികമാണ്. ഒരു തിരിയുടെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ തന്നെ അധികമാണ്. അപ്പോൾ 5 തിരിയുടെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. അങ്ങനെ നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിനടുത്ത് ജലം വയ്ക്കണം. അതായത് പഞ്ചഭൂതങ്ങളുടെ തത്വമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിളക്കിനടുത്തൊരു കിണ്ടിയിൽ വെള്ളം വയ്ക്കുക. ആ വെള്ളത്തിനകത്ത് തുളസിക്കതിരിട്ടാൽ നന്നായിരിക്കും. ഒരു ചന്ദനത്തിരി കത്തി വയ്ക്കുന്നു. ധൂപദീപങ്ങളെല്ലാം ആയി. അപ്പോൾ അങ്ങനെ വയ്ക്കുന്നിടത്ത് പുഷ്പം വേണം. ആ പുഷ്പങ്ങൾ നമ്മൾ ചുറ്റും പുഷ്പങ്ങളൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പൂർവികമായിട്ടുള്ള മാതാവിൻ്റെയോ പിതാവിൻ്റെയോ കുടുംബദേവതയെ അറിയാതിരിക്കുകയോ ചെയ്താലും ഒരു ചെറിയ കഷ്ണം കർപ്പൂരം ഈ തട്ടത്തിൽ കത്തിച്ച് എൻ്റെ അച്ഛൻ വഴിയുള്ള പരദേവതയെ, അമ്മ വഴിയുള്ള പരദേവതയെ ഞങ്ങളുടെ കുടുംബത്തെ കാത്തിരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എല്ലാ പരദേവതയുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. പിതാവിൻ്റെ ആയാലും മാതാവിൻ്റെ ആയാലും കുടുംബദേവതയുടെ പരദേവതയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്കും ആദ്യം എൻ്റെ അമ്മയുടെ പരദേവത അറിയില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയ ശേഷം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ പരദേവത ആരാണ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയുള്ളൊരു കാര്യമാണ് നിലവിളക്ക്. നിലവിളക്ക് കത്തിക്കുന്നത് സന്ധ്യ സമയത്ത്, അതായത് സന്ധ്യയ്ക്ക് 24 മിനിറ്റ് മുമ്പാണ് എപ്പോഴും വിളക്ക് കത്തിക്കുന്നത്. ഉദയത്തിലായാലും 24 മിനിറ്റ് മുമ്പാണ് വിളക്ക് കത്തിക്കേണ്ടത്. ശരിക്കും ഒരു മുഹൂർത്തം മാത്രം കത്തിച്ചാൽ മതി. 48 മിനിറ്റ് കത്തിച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും കത്തിക്കണമെന്നില്ല. വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുക, അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം കഴുകുക, ഇതൊന്നും ചെയ്യരുത്. അടുക്കളയെല്ലാം അടച്ച് അടുക്കളയിൽ പിന്നാമ്പുറത്ത് വാതിലൊക്കെ അടച്ച ശേഷം വേണം നമ്മൾ നിലവിളക്ക് കത്തിക്കാൻ. നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് പിറകിലത്തെ വാതിൽ തുറന്നിടരുതെന്നാണ് പറയുക. കാരണം മഹാലക്ഷ്മി കയറി വരുന്നത് പിറകിൽ കൂടെ പോകും എന്നാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിരുന്നത്. അപ്പോൾ എപ്പോഴും പിന്നിൽ വാതിലൊക്കെ അടച്ച് വൃത്തിയാക്കി നമ്മൾ കൈയും കാലും മുഖം കഴുകുകയോ കുളിക്കുകയോ മേല് കഴുകുകയോ എന്തെങ്കിലും ദേഹശുദ്ധി വരുത്തിയ ശേഷം വേണം നിലവിളക്ക് കത്തിക്കാൻ. സന്ധ്യയ്ക്ക് രാവിലെ ആയാലും ദേഹശുദ്ധി വരുത്തി വേണം വിളക്ക് കത്തിക്കാൻ. രാവിലെ നമ്മൾ പ്രഭാതത്തിൽ വാതിൽ തുറക്കുമ്പോൾ എപ്പോഴും പിറകുവശത്തെ വാതിൽ തുറന്ന് ഒരു സെക്കൻഡ് തുറക്കണം. എന്തിനു വേണ്ടിയതാണെന്ന് വെച്ചാൽ അകത്തുണ്ടായിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോവുകയും അതിനുശേഷം വേണം അടച്ച ശേഷമാണ് മുൻവശത്തെ വാതിൽ തുറക്കാൻ. മുൻവശത്തെ വാതിൽ തുറക്കുമ്പോൾ എപ്പോഴും വരലക്ഷ്മി വരൂ വരൂ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം ലക്ഷ്മി ദേവി കടന്നു വരാനായിട്ട് നമ്മൾ ഒരു പാതയൊരുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ വിളക്ക് കത്തിക്കുക. പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി കത്തിച്ച ശേഷം പുറത്ത് കത്തിക്കാം. നിലവിളക്ക് എപ്പോഴും 5 തിരിയിട്ടാണ് കത്തിക്കേണ്ടത്. നിലവിളക്കിൽ പുഷ്പങ്ങൾ വയ്ക്കണം. നിലവിളക്ക് എപ്പോഴും വളരെ ഐശ്വര്യദായകമായിരിക്കണം. നിലവിളക്കിന് പൊട്ട് തൊടിയിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ നിലവിളക്ക് തന്നെ ഒരു മഹാലക്ഷ്മി സങ്കല്പത്തിലേക്കാണ് വരുന്നത്. പിന്നെ വിളക്കിൽ ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയാണെന്ന് പറയുന്നു.
പക്ഷെ നല്ലെണ്ണയിൽ മായമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് കൊണ്ട് വെളിച്ചെണ്ണയാണ് സാധാരണ ഇപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കൂടുതൽ വേറെ മായമൊന്നും ഉണ്ടാവില്ല. പാരഫിൻ മെഴുകായാലും വലിയ പ്രശ്നമൊന്നുമില്ല. നെയ് വിളക്ക് കത്തിക്കുകയാണ് ഏറ്റവും ഐശ്വര്യം. സാധാരണ എല്ലാവർക്കും നെയ് മേടിച്ച് കത്തിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ബുദ്ധിമുട്ടായതുകൊണ്ട് ഞായർ, തിങ്കൾ, വെള്ളി ഈ ദിവസങ്ങളിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നത് നന്നായിരിക്കും. ഈ എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കത്തിക്കുന്നതിനേക്കാളും ഇരട്ടി ഊർജ്ജമാണ് നെയ്വിളക്ക്. നമുക്ക് അറിയാം, നെയ്വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ കുറേ സമയം അത് കത്തും. കാരണം എന്താ, നെയ്യിൻ്റെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ വളരെ നെയ്യ്, പശുവിൻ നെയ്യ് കൊണ്ട് വിളക്ക് കത്തിച്ചാൽ ആ വീട്ടിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവും. അപ്പോൾ എന്നും കത്തിക്കാൻ പറ്റാത്തവർ ഞായർ എന്ന ഉദ്ദേശിക്കുന്ന എന്താ കാരണം എന്ന് വെച്ചാൽ ഞായർ ഫസ്റ്റ് ഡേ ആണ്. എല്ലാവരും മിക്കവരും ഒരു 90% ആളുകൾ ഞായറാഴ്ച പതുക്കെ എണീക്കുള്ളൂ. കാരണം അവധിയല്ലേ. പക്ഷെ നമ്മൾക്ക് അവധിയല്ല, നമ്മൾ ഫസ്റ്റ് ഡേ ആണ്. സൺഡേ ഈസ് ദ ഫസ്റ്റ് ഡേ. അപ്പോൾ ഈ ഞായറാഴ്ച നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുകയും തുളസിക്ക് തീർത്ഥം തളിക്കുകയും തുളസിക്ക് ജലം സമർപ്പിക്കുക. അത് സൂര്യഭഗവാനെ ഉദ്ദേശിച്ചാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഊർജ്ജദായകനാണ്. എല്ലാവർക്കും സൂര്യപ്രകാശം, സൂര്യൻ്റെ ഊർജ്ജം കൊണ്ടാണ് ഇന്ന് കാണുന്ന നമ്മൾ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും എല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാന് ജലം സമർപ്പിക്കുന്നതും തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതൊക്കെ നല്ലതാണ്. അതും അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ എല്ലാം. തുളസീദേവി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മഹാലക്ഷ്മിയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തുളസിക്ക് ജലം തളിപ്പിക്കുകയും തുളസിക്ക് ജലം സമർപ്പിക്കുകയും വിളക്ക് കത്തിക്കുകയും ആ വിളക്കിന് മുമ്പിലിരുന്ന് ഒരു 108 പ്രാവശ്യം നമഃശിവായ, ഓം നമഃ ശിവായ, ഓം നമ ശിവായ, അതുപോലെ ഓം നമോ നാരായണായ. ഓം നമോ നാരായണ അഷ്ടാക്ഷരിയാണ്, നമഃശിവായ പഞ്ചാക്ഷരി. അപ്പോൾ ഇതൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ ഓം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രഹ്മം, നല്ലൊരിതാണത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ വിളക്ക് കത്തിക്കുമ്പോഴും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ ഒരു 3 പ്രാവശ്യമെങ്കിലും അത് ജപിച്ചിട്ട് കത്തിച്ചാൽ വളരെ ഐശ്വര്യദായകമായിരിക്കും. ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. അത്രയും സന്തോഷമുള്ള കാര്യമാണ് ഈ നിലവിളക്ക് എന്ന് പറയുന്നത്. നിലവിളക്ക് കത്തിച്ച് നാമം ചെല്ലുന്ന വീടുകളിൽ ഒരിക്കലും കലഹവും വഴക്കുണ്ടാവില്ല. വിളക്ക് കത്തിക്കുന്ന സമയത്ത് കിടന്നുറങ്ങരുത്. പ്രത്യേകിച്ച് ഉദയത്തിന് മുമ്പ് എഴുന്നേൽക്കുന്ന സ്ത്രീകളുള്ള വീട്ടിൽ മഹാലക്ഷ്മിയാണ്. ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് എപ്പോഴോ വിളക്ക് കത്തിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് ഇതുപോലെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ദിവസവും വിളക്ക് കത്തിച്ച് നാമം ചെല്ലും, ദിവസവും ചൊല്ലും, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം എല്ലാം ചൊല്ലുന്നു. അപ്പം ഞാൻ പക്ഷെ ദൈവാധീനം കാണുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ എപ്പോൾ എണീക്കണോ അപ്പോൾ വിളക്ക് കത്തിക്കും. അതിനർത്ഥം എന്തിരിക്കണു, സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് വിളക്ക് കത്തിക്കുക. സൂര്യോദയത്തിന് 24 മിനിറ്റ് മുമ്പാണ് വിളക്ക് കത്തിക്കേണ്ടത്. അല്ലാതെ എപ്പോഴോ കത്തിച്ചു എപ്പോഴോ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നാമജപം എപ്പോഴും ചൊല്ലാം, ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ശിവസഹസ്രനാമോ എപ്പോഴും ചൊല്ലാം, കുഴപ്പമില്ല. പക്ഷെ ദീപം തെളിക്കരുത്. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ വിളക്ക് കത്തിയിരിക്കണം, പ്രകാശം നന്നായിരിക്കണം, പ്രകാശപൂരിതമായിരിക്കണം. അത് രാവിലെ തന്നെ അടിച്ചൊക്കെ വാരി തുടച്ച് വൃത്തിയാക്കി, എല്ലാ മുറി അടിച്ചു വാരണമെന്നില്ല, കാരണം എല്ലാവരും കിടക്കുകയാണെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആ മുൻവശമെങ്കിലും അടിച്ചു വാരി തുടച്ച് മഞ്ഞളും പച്ചക്കർപ്പൂരവും മഞ്ഞളും പനിനീരും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതുകൊണ്ട് ഉമ്മറപ്പടി തുടച്ച് വിളക്കത്തിച്ചാൽ അവിടെ ലക്ഷ്മി ദേവി വരും. സന്ധ്യയ്ക്ക് കത്തിക്കുന്നത് എപ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാവും. 6 മണിക്കും 6:30ക്കും ഇടയ്ക്കാണ് വിളക്ക് കത്തിക്കേണ്ടത്. അസ്തമനം അപ്പോഴാണ്. പിന്നെ അസ്തമയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, അത് നോക്കണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് നമുക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും, കലണ്ടറിലൊക്കെ ഉണ്ടാവും അസ്തമയ സമയവും ഉദയ സമയവും ഒക്കെ. അപ്പോൾ അതനുസരിച്ച് ആ ഉദയത്തിനും അസ്തമയം 24 മിനിറ്റ് മുമ്പാണ് കത്തിക്കുന്നത്. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് 6നും 6:30ക്കും ഇടയ്ക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ്. അതുപോലെ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ വീടിൻ്റെ നമുക്ക് ശനിദോഷം വരാതിരിക്കാനായിട്ട് ചതുരത്തിലുള്ള ചെരാത് കിട്ടും. വലിയ സാധാരണ ചെരാതിൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്തിൻ്റെ പടിവശത്ത് അടുത്തായിട്ട് 2 വശത്തും ഇരുവശങ്ങളിലും കാവൽക്കാരുടെ മാതിരി കത്തിച്ചു വയ്ക്കുക. അപ്പോൾ ശനിദോഷം ആ വീട്ടിലേക്ക് വരില്ല. ശനി വരാതിരിക്കാനാണ്. എന്നിട്ട് ശേഷം നിലവിളക്ക് കത്തിക്കുക, തുളസിക്ക് വിളക്ക് കത്തിച്ചാൽ നല്ലതാണ്. ഇതൊക്കെ ഫ്ലാറ്റിലുള്ളവർക്ക് പറ്റില്ലായിരിക്കും, എങ്കിലും നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും, രോഗദുരിതങ്ങൾ കുറയും, കിട്ടുന്ന ശമ്പളം ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടി വരില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ ചൊവ്വ, വെള്ളി, ഞായർ 1 കല്ലുപ്പും മഞ്ഞപ്പൊടി ഇട്ട് വീട് മുഴുവൻ തുടയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോകും. വിളക്കിൻ്റെ പ്രാധാന്യം ഇതാണ്. വിളക്ക് കത്തിച്ച് നമ്മൾ നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക,
ഒരു നാമം ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം ഇരുന്ന് ചെല്ലൊന്നും വേണ്ട, ഇത്ര കാര്യം ചെയ്താൽ മതി. ഓം നമ ശിവായ, ഓം നമോ നാരായണായ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യത്രംബികേ ദേവി നാരായണി നമോസ്തുതേ. അതായത് ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് 11-ാം അധ്യായത്തിലൊരു സ്തുതിയാണ് നാരായണി സ്തുതി എന്ന് പറഞ്ഞതിലെ ഒരു നാമമാണ് സർവമംഗളമംഗല്യം എന്നുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പാലിച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. എപ്പോഴും വളരെ വൃത്തിയായിട്ടും, അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിളക്ക് തേക്കുകയും ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പനിനീരിൽ മുക്കി തുടയ്ക്കുക. തുണി കൊണ്ട്, നല്ല പുതിയ കോട്ടൺ തുണി കൊണ്ട് പനിനീർ മുക്കി തുടയ്ക്കുക. അപ്പോൾ ആ അഴുക്ക് മാറാമ്പിലൊന്നും പാടില്ല. എപ്പോഴും പൂജാമുറി ഉപയോഗിക്കുന്നവർ നീറ്റായിരിക്കണം. അവിടെ മാറാമ്പിലകളൊന്നും വരാൻ പാടില്ല. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം. വെള്ളിയാഴ്ചയല്ല, വേറെ ദിവസങ്ങളിൽ വൃത്തിയാക്കിയെടുത്താൽ ആ വീടിൽ ഐശ്വര്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. കർപ്പൂരം കത്തിച്ചിട്ട് മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുമ്പിൽ വച്ചിട്ട് ചൊല്ലുക, ഓം ഐം ക്ലീം ഹ്രീം കുബേരലക്ഷ്മിയെ കമലധാരിണ്യേ ധനാകർഷ്ണിയേ നമ 3 പ്രാവശ്യം ചൊല്ലുക. അത് ധനം നമുക്ക് വർദ്ധിച്ചു വരാനും ധനത്തിനെ ഇരട്ടിപ്പിക്കാനുമുള്ള ഒരു മന്ത്രമാണിത്, മഹാലക്ഷ്മിയുടെ മന്ത്രമാണ്. ഇതൊക്കെ ചെയ്താൽ വീട് എപ്പോഴും ഐശ്വര്യമായിരിക്കും. അത് രാവിലെ മതി, ഐശ്വര്യമായിരിക്കും. വൈകുന്നേരം വിളക്കെത്തിക്കുക, നാമം ചെല്ലുക, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ വീട് എപ്പോഴും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമുള്ള വീടായിരിക്കും. അതോടൊപ്പം ജോലി ചെയ്യണം. ജോലി ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ തൊഴിലെന്താണോ ആ തൊഴിൽ ആത്മാർത്ഥമായി ചെയ്യുക. എപ്പോഴും നല്ലതാണ്. നല്ല വസ്ത്രം കൊടുക്കണം. മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. വിളക്ക് കത്തിക്കുക, എങ്ങനെയോ കത്തിച്ചിട്ട് കാര്യമില്ല, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. പുതിയ വസ്ത്രം വേണമെന്നില്ല. 1-ാം ദിവസങ്ങളിൽ പുതിയ വസ്ത്രം എടുത്ത് നല്ലത്. ഇനിയിപ്പോൾ എല്ലാവർക്കും എപ്പോഴും പുതിയ വസ്ത്രം മേടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഉള്ള വസ്ത്രം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഡെയിലി വസ്ത്രം മാറണം. ഒരു വസ്ത്രം 3 ദിവസം ഉപയോഗിക്കരുത്. ഡെയിലി 2 നേരം വസ്ത്രം മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം.